ശ്രീരാഘവം ദശരഥാത്മജമപ്രമേയം സീതാപതിം രഘുകുലന്വേരത്നദീപമാജാനുബാഹുമരവിന്ദദളായതാക്ഷം രാമം നിശാചരവിനാശകരം നമാമി. എത്രയെത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമദരാക്ഷസാന്തകം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണത്തിലെ 40-ാം സർഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. സുഗ്രീവനും രാവണനും തമ്മിൽ ഏറ്റുമുട്ടുന്ന കഥയാണ് ഇവിടെ പറയുന്നത്. രാമൻ സുവേലപർവ്വതത്തിൻ്റെ ശിരസിൽ നിന്നുകൊണ്ട് വാനരനായകന്മാരാൽ ചുഴപ്പെട്ട് സുഗ്രീവനോടൊത്ത് അങ്ങനെ നിന്നു എന്ന് ചുറ്റും നോക്കിക്കൊണ്ട് നിന്നു എന്ന് പറയാണ്. വിശ്വകർമാവ് നിർമ്മിച്ചതും മനോഹരങ്ങളായ വനങ്ങളും ഒക്കെ ഉള്ളതുമായ ത്രികൂടശിഖരത്തിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ലങ്കയെ രാമൻ കണ്ടു. ആ ഗോപുരത്തിൻ്റെ മുകളിൽ വാഴുന്നവനും അപ്രാപ്യനും വെഞ്ചാമരങ്ങളാൽ വീശപ്പെടുന്നവനും വിജയം ഛത്രം കൊണ്ട് ശോഭിതനും രക്തചന്ദന സംലിപ്തനും രത്നാഭരണഭൂഷിതനും നീലമേഘസദൃശനും സ്വർണവസ്ത്രാവൃതനും ഐരാവതത്തിൻ്റെ കൊമ്പുകൾ കൊണ്ടുള്ള കുത്തേറ്റ വടുകെട്ടിയ മാറോടുകൂടിയവനും മുയലിൻ്റെ ചോരയ്ക്കൊപ്പം തുടുത്ത വസ്ത്രം പുതയ്ക്കുന്നവനുമാകിയാൽ മാനത്ത് അന്തി വെയിൽ പോലെ ഏറ്റി വിളങ്ങുന്ന മുകിൽമാല പോലെ ആ രാവണനെ അദ്ദേഹം കണ്ടു എന്ന് പറയുകയാണ്. ഒരുപക്ഷെ ഇതായിരിക്കാം രാവണനെ ആദ്യമായിട്ട് തൻ്റെ പ്രതിനായകനായ രാവണനെ രാമൻ കാണുന്ന ഒരു ദൃശ്യമായിട്ട് പറയുന്നത്. ആ രാക്ഷസ രാജാവിനെ വനരവീരന്മാരും രാമനും നോക്കിക്കൊണ്ട് നിൽക്കെ സുഗ്രീവന് പെട്ടെന്ന് ദേഷ്യം വന്നു. അദ്ദേഹം അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് ആ കുന്നിൽ നിന്നും ഗോപുരത്തിലേക്ക് എടുത്തു ചാടി എന്ന് പറയാണ്. നിർഭയമായ മനസ്സോടുകൂടി തെല്ലുനേരം നോക്കി നിന്ന ശേഷം ആ രാക്ഷസനെ തൃണവൽഗണിച്ചുകൊണ്ട് സുഗ്രീവൻ ഇങ്ങനെ പറഞ്ഞു: അല്ലേ രാക്ഷസ, ലോകനാഥനായ രാമൻ്റെ സുഹൃത്തും ദാസനുമാണ് ഞാൻ. ആ രാജേന്ദ്രൻ്റെ തേജസ്സിനാൽ നിന്നെ ഞാൻ ഇന്ന് വെറുതെ വിടുകയില്ല. ഇതും പറഞ്ഞ് പെട്ടെന്ന് ആ രാവണൻ്റെ മേലിൽ ചാടിക്കയറി അവൻ്റെ വിശിഷ്ടമായ കിരീടം വലിച്ചെടുത്തു, നിലത്തെറിഞ്ഞു. അവൻ വീണ്ടും വേഗം വരുന്നത് കണ്ട് ആ രാക്ഷസൻ പറഞ്ഞു: എൻ്റെ കൺമുന്നിൽ പെടും വരെ നീ സുഗ്രീവൻ, ഇനിയിപ്പോൾ നീ ഹീനഗ്രീവൻ, അതായത് തലയില്ലാത്തവനാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവനെ നിലത്തേക്ക് തള്ളിയിട്ടു. വാനരൻ പന്ത് പോലെ ചാടി എഴുന്നേറ്റ് രാവണനെയും തള്ളിയിട്ടു എന്ന് പറയാണ്. ഇരുവരും ആ ശ്രമം കൊണ്ട് വിയർത്ത് കുളിച്ചു. രണ്ടുപേരും ചോരയിൽ ആറാടി. ഇരുവരും കൂട്ടിപ്പിടിച്ച് അനങ്ങാതെയായി. രണ്ടുപേരും ഇലവും പ്ലാശും പോലെ രണ്ട് വൃക്ഷങ്ങളാണ്, അവയെപ്പോലെ കാണപ്പെട്ടു. കൈ ചുരുട്ടി ഇടിച്ചുകൊണ്ടും കൈപരത്തി അടിച്ചുകൊണ്ടും ഒക്കെ അവരങ്ങനെ യുദ്ധം ആരംഭിച്ചു എന്ന് പറയാണ്. വേഗന്മാരായ അവരെ അല്പസമയം കൊണ്ട് തന്നെ ആ ഗോപുരവേദിയുടെ നടുവിൽ ഭയങ്കരമായി പോരാടി. മേലോട്ട് എടുത്തെറിഞ്ഞ് മെയ്കുനിച്ച് കാൽ ഗോപുരവേദിയിൽ ഊന്നി നിലകൊണ്ടും തമ്മിലടിച്ചും കെട്ടിപ്പിടിച്ചും അങ്ങനെ ആ കിടങ്ങിലേക്ക് അവർ ചെന്ന് വീണു. നിലം തൊട്ടതും ചാടി എഴുന്നേറ്റ് തെല്ലിയുടെ നെടുവീർപ്പോടുകൂടി നിന്നു. പിന്നെ അവർ കരം കൊണ്ട് പരസ്പരം കെട്ടിപ്പിടിച്ച് അവരിരുവരും ഒന്നായ പോലെ മാറി. കരുത്തും പടവും വാശിയുമുള്ളവർ പല യുദ്ധമുറകളും കാണിച്ചു. കറ്റുവകളെപ്പോലെയും ആനക്കുട്ടികളെപ്പോലെയും ഒക്കെ ഇങ്ങനെ അവർ പല വിധത്തിൽ പോരാടി എന്ന് പറയുകയാണ്. ആനയെ തിളയ്ക്കാൻ പോകുന്ന കുറ്റികൾ പോലെയുള്ള കൈകൾ കൊണ്ട് അവർ പരസ്പരം യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. കൊല്ലാനായിട്ട് തമ്മിൽ ഇടഞ്ഞ് കളിക്കുന്ന പൂച്ചകളെപ്പോലെ, കടികൂടുന്ന പൂച്ചകൾ പരസ്പരം യുദ്ധം ചെയ്യുന്ന പോലെയും ഒക്കെയാണ് ഇവരെ കണ്ടത്. ചുറ്റും കറങ്ങൽ, പാഞ്ഞെടുക്കൽ, എടുത്ത് ചാടൽ, തല്ലൽ, തടയൽ, ഇങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള പയറ്റുകളും അവർ പയറ്റി എന്ന് പറയാണ്. ഇതിനിടയ്ക്ക് ആ രാക്ഷസ രാജാവ് രാവണൻ തൻ്റെ മായാശക്തി ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചു. വാനരൻ തളർച്ചയെന്നെ വിജയം വരിച്ചവനെ പോലെ വാനിലേക്ക് കുതിച്ചു. അതോടുകൂടി വാനരനാൽ വഞ്ചിതനായ രാവണൻ അവിടെ തന്നെ നിന്നു. അനന്തരം വാനരവീരൻ സുഗ്രീവൻ യുദ്ധകീർത്തി നേടി പോരിൽ രാക്ഷസരാജനെ തളർത്തി വിശാലമായ ആകാശം പിന്നിട്ട് വനസേനയുടെ നടുവിൽ ചെന്ന് ആ രാമൻ്റെ സമീപത്ത് ചെന്ന് നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഈ സർഗം ഇവിടെ സമർപ്പിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം.